കർഷകരുടെ സമരം കൂടുതൽ ശക്തമാകുകയാണ്. കൂടുതൽ ആളുകൾ, സമരഭടന്മാർ, കർഷകർ ഈ സമരവേദിയിലേക്ക് കടന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു വിഭാഗം പോലീസ് പിന്മാറിയുന്നു എന്ന വാർത്തകൾ ലഭ്യമാകുന്നെങ്കിൽ പോലും ഒരു സംഘർഷ സാധ്യത ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ടോ അവിടെ? അജിംഖാദ് ഇത്തരത്തിൽ ഒരു സംഘം പോലീസ് പിന്മാറി എന്ന് പറയുമ്പോൾ പോലും സംഘർഷ സാധ്യത ഒഴിച്ചു എന്ന് നമുക്ക് ഈ ഘട്ടത്തിലും പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു സംഘർഷത്തിനുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരു സംഘം പോലീസ് പിന്മാറുമ്പോൾ പോലും നമ്മൾ ഈ ഒരു വാർത്ത നൽകുമ്പോൾ തന്നെ സൂചിപ്പിച്ച പോലെ ഈ ഒരു ദേശീയപാതയുടെ കർഷകർ സമരമിരിക്കുന്ന ഗാസിപ്പ് നാലു വശത്തും പോലീസും അർദ്ധസൈനികരും എല്ലാം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു വിഭാഗം പോലീസുകാർ പിന്മാറി എന്ന് നമ്മൾ പറയുമ്പോൾ പോലും വലിയ തോതിൽ ഇപ്പോഴും അർദ്ധസൈനിക വിഭാഗങ്ങളുടെ അതിനു പുറമെ നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റ് പോലീസിന്റെ എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോഴും ഈ തന്നെ ഇനി ഈ രാത്രിയിൽ ഒരു പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് തീർത്ത് പറയാൻ കഴിയുകയില്ല. പോലീസ് ഇന്ന് ഇവരെ ഒഴിപ്പിക്കുന്ന നടപടിയിലേക്ക് ഒരിക്കലും പോകില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിന്റെ പ്രധാന കാരണം നമ്മൾ തുടക്കം മുതൽ തന്നെ ചൂണ്ടിക്കാട്ടിയ ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിലനിൽക്കുന്ന ശക്തമായിട്ടുള്ള ഒരു ഉത്തരവുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ സമരവേദികളൊക്കെ ഒഴിപ്പിക്കണമെന്ന ഉത്തരവാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 11 മണിയോടുകൂടി ഒഴിയണമെന്ന ഒരു അന്ത്യശാസനം പോലീസൊക്കെ നൽകിയെങ്കിലും ഇപ്പോൾ ആ അന്ത്യശാസനത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ട് 1 മണിക്കൂറോളം എത്തി നിൽക്കുന്നു. ഈ 1 മണിക്കൂറോളം എത്തി നിൽക്കുമ്പോൾ പോലും ഇവരെ ഒഴിപ്പിക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്ന് വേണം നമുക്ക് ഇപ്പോൾ ചൂണ്ടിക്കാട്ടാൻ. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു നടപടി ഉണ്ടാകും എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ നിലകൊള്ളുന്നുണ്ട്. നമ്മൾ ഇവിടെ 144 നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ മേഖലയിൽ. അതൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ സാഹചര്യങ്ങളെ ഒരു പോലീസിൻ്റെ കൺട്രോളിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് 144 അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുള്ളത്. പക്ഷേ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഗാസിപ്പൂരിലെ ഒരു സമരാന്തരീക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ മാറിയിരിക്കുന്നു. കാരണം നേരത്തെ വൈകിട്ടൊക്കെ വളരെ ആശങ്കയോടെയായിരുന്നു ഇവിടെ ഓരോ കർഷകനും ഇരുന്നതെങ്കിൽ ആ ആശങ്കകളൊക്കെ മാറിക്കൊണ്ട് ഇപ്പോൾ കൂടുതൽ സമരം ശക്തമായി ഇവരൊക്കെ കൂടുതൽ ഊർജത്തോടെ തന്നെ ഇപ്പോൾ സമര രംഗത്തേക്ക് എത്തിയിരിക്കുന്നു എന്നത് വേണം നമുക്ക് പറയാൻ. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നിരവധി കർഷകർ ഈ സമരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് സമരത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ആ ആശങ്കയുടെ ഒരു അന്തരീക്ഷം ഇപ്പോൾ കുറച്ച് കുറഞ്ഞിരിക്കുന്നത്. അജിംഷാദ്, വിഷ്ണു, അതായത് നമുക്കറിയാം കഴിഞ്ഞ രാത്രിയിൽ വൈദ്യുതിയും വെള്ളവും ഒക്കെ നിഷേധിച്ചുകൊണ്ട് കർഷകരോട് യുദ്ധപ്രഖ്യാപനം നടത്തിയ കേന്ദ്രത്തെയും ദില്ലി പോലീസിനെയും നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിൽ തന്നെ ഒരു അടിച്ചമർത്തൽ നടപടികളിലേക്ക് നീങ്ങുകയാണ്. ഒരുപക്ഷെ നാളെ പാർലമെന്റ് ആരംഭിക്കുകയാണ്. ഈ കർഷകരുടെ ആവശ്യം പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന് പറയാനുള്ള ധൈര്യം പോലും കേന്ദ്രത്തിന് ഇല്ലാതെ കർഷകരെ ഭയക്കുന്ന ഒരവസ്ഥയിലേക്ക്, അവരെ അടിച്ചോടിക്കാനുള്ള ശ്രമങ്ങൾ, കർഷക നേതാക്കളെ അറസ്റ്റ് ചെയ്താൽ സമരം ഇല്ലാതാക്കാമെന്നുള്ള കുതന്ത്രങ്ങൾ, ഇതൊക്കെയാണോ പയറ്റുന്നത്? അതിൽ ഈ ഘട്ടത്തിൽ രാജേഷ് തിക്കായത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഏത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്? ജോർജറ്റ്, തീർച്ചയായിട്ടും ടിക്കായത്ത് അടക്കമുള്ള നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന നടപടികൾക്കെതിരെ ശക്തമായി ഒരു പ്രതിഷേധം അറിയിക്കുക എന്ന് തന്നെയാണ്. കാരണം ഇന്ന് തുടക്കത്തിൽ ടിക്കായത്തിൻ്റെ അടക്കം ഒരു നിലപാട് എന്ന് പറയുന്നത് സമരത്തിന് അറസ്റ്റിന് വഴങ്ങാം എന്നൊരു നിലപാട് തുടക്കത്തിൽ സ്വീകരിച്ചിരുന്നുവെങ്കിൽ പിന്നീട് അറസ്റ്റ് ചെയ്യാനായിട്ട് സമരവേദിയിലേക്ക് എത്തുകയും അവിടെ വെച്ച് ടിക്കായത്തുമായിട്ട് കുറച്ചു നേരം പോലീസുകാർ ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയ കാര്യം, നിങ്ങളെ ടിക്കായത്തിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് 15 മിനിറ്റിനകം ഈ സമരവേദി വിട്ട് ഇവിടുത്തെ കർഷകരെല്ലാം തന്നെ സമരത്തിന് ഉപരോധത്തിനിരിക്കുന്നവരെല്ലാം തന്നെ തിരിച്ചു പോകണം എന്ന ഒരു
തന്നെ പോലീസ് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത്തരമൊരു ഉപാധി മുന്നോട്ട് വെച്ച സാഹചര്യത്തിലാണ് ഈ നേതാക്കൾ അവരുടെ നിലപാട് മാറ്റുകയും പ്രത്യേകിച്ച് കെ രാഗേഷ് MP അടക്കമുള്ളവരാണ് ഇത്തരത്തിൽ അറസ്റ്റിന് വഴങ്ങേണ്ട എന്നൊരു നിലപാടിലേക്ക് എത്തുകയും ടിക്കായത്തടക്കം ആ തീരുമാനം അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും പോലീസിനെ സമരവേദിയിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ കൂടുതൽ കർഷകർ സമരവേദിയിലേക്ക് എത്താൻ തുടങ്ങിയിരിക്കുന്നത്, സമരം കൂടുതൽ ശക്തിപ്പെടാൻ തുടങ്ങിയിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാത്രി ഏറെ വൈകിയും കൂടുതൽ കർഷകർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ബിജ്നൂരിൽ നിന്നുള്ള കർഷകരാണ് ഇതിനോടകം തന്നെ സമരവേദിയിലേക്ക് എത്തുകയും സമരം കൂടുതൽ ശക്തമാവുകയും ചെയ്തിരിക്കുന്നത്. നാളെ രാവിലെയോടുകൂടി 10,000-ലധികം കർഷകർ ഈ സമരവേദിയിലേക്ക് എത്തും എന്നതാണ് ഈ നമ്മളോട് നേരത്തെ പ്രതികരിച്ച കർഷകരൊക്കെ തന്നെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ കൂടുതൽ കർഷകർ ഇങ്ങോട്ടേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ മറ്റ് സമരവേദികളിലെ പോലെ തന്നെ അത് സിംഗു, ടിക്രി തുടങ്ങിയിട്ടുള്ള സമരവേദികളെ പോലെ തന്നെ ഗാസിപ്പൂരിലെ സമരവേദിയും കൂടുതൽ ശക്തമാകുന്നു. പോലീസിന് ഇവരെ ഒഴിപ്പിക്കാനുള്ള സാധ്യതകളും ഏറെ വൈകുന്നു, ബുദ്ധിമുട്ടാകുന്നു എന്നത് തന്നെ വേണം ഈ ഘട്ടത്തിൽ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ. ജോർജറ്റ്, അതായത് സമര നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുന്നു, എന്നാൽ ഏതറ്റം വരെയും സമരം തുടരുമെന്ന് തന്നെ കർഷകർ പറയുകയും ചെയ്യുന്നു. ആ സമയത്ത് ഈ കർഷകരുടെ ഭാഗത്തു നിന്നൊരു സംഘടിതമായ നീക്കമുണ്ടാകുന്നു. ഏത് വിധേനയും പ്രതിരോധിക്കാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ആ ഘട്ടത്തിലാണ് ഈ പോലീസിനും അല്ലെങ്കിൽ ADM ഉൾപ്പെടെയുള്ള ആളുകൾക്കും പിന്മാറേണ്ടി വന്നത് എന്നാണോ ഇപ്പോൾ പറയാൻ കഴിയുക? ഒരു നിമിഷം തുടരുക വിഷ്ണു. ഇപ്പോൾ കെ രാഗേഷ് MP കൂടി നമുക്ക് പോകുന്നുണ്ട്. ശ്രീ കെ രാഗേഷ്, എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ, ഏത് നിലയിലാണ്? ഞങ്ങൾ തീരുമാനിച്ചത് അവിടെ കൂടുതൽ കർഷകരെത്തണം. അവിടെ കർഷകരുടെ എണ്ണം കുറഞ്ഞ സമയത്താണ് പോലീസിന്റെ നടപടിയിലേക്ക് പോയത്. ഞങ്ങൾ അവിടെ പോയി, ഞങ്ങൾ ശക്തമായി ചെറുത്തു. അതോടുകൂടി പോലീസും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും തിരിച്ചുപോയി. കൂടുതൽ കർഷകർ അവിടെ ഒഴുകി വരും, ഒരു സംശയവും വേണ്ട. അത്ര എളുപ്പമൊന്നും അവിടെയുള്ള കർഷകരെ ഒഴിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. കൂടുതൽ ആളുകൾ അവിടെ ഒഴുകി വരും, ആയിരക്കണക്കിന് ആളുകൾ വരും. അവരെ ഒഴിപ്പിക്കട്ടെ. എങ്ങനെയാണ് ഒഴിപ്പിക്കുക എന്ന് നമുക്ക് നോക്കാം. എത്ര കർഷകരെയാണ് ഇവർ പിടിച്ച് ജയിലിലടക്കുക എന്ന് നമുക്ക് നോക്കാം. ജയിലിലടക്കുന്ന അതിന് മാത്രമുള്ള ജയില് ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒഴിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഒഴിപ്പിക്കട്ടെ. ഞാൻ അതിന്റെ കൂടെ മറ്റൊന്ന് പറയാണ്, തിക്രി ബോർഡറിൽ അവിടെയും സമാനമായിട്ടുള്ള സംഭവത്തിന് നീക്കം ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാളെ ഒരു 10,000 ട്രാക്ടറുകളെങ്കിലും തിക്രി ബോർഡറിൽ എത്താൻ വേണ്ടി പോവാണ്. 10,000 ട്രാക്ടറിൽ 5 വീതം ആളുകൾ ഉണ്ടാവും. ഏതാണ്ട് ഒരു 1,50,000 ആളുകൾ തിക്രിയിൽ വരാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും ഈ സമരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഷാജഹാപൂരിലെ മലയാളികളുള്ള കേന്ദ്രത്തിൽ സമാനമായ നീക്കം നടത്തിയിരുന്നു. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ എല്ലാ ഘട്ടത്തിലും വലിയൊരു മൊബിലൈസേഷൻ ഉണ്ടാകുമ്പോൾ ചില സംഗതികൾ ഉണ്ടാവും, ചില ഞങ്ങൾ വിചാരിക്കാൻ ചില കാര്യങ്ങൾ നടന്നു വരും. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളെ വെച്ചുകൊണ്ട് അത് തന്നെ BJP വളരെ ബോധപൂർവം അങ്ങനെ അക്രമം നടന്നോട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് പോലീസ് പെരുമാറിയിട്ടുണ്ട്. അത് സ്പോൺസർ ചെയ്തതാണോ എന്നുള്ള സംശയമുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ കർഷക സമരത്തെ തച്ചമർത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതിന് ഒരു ഭാഗത്ത് RSS ആണ്, മറുഭാഗത്ത് പോലീസാണ്. എല്ലാ കേന്ദ്രങ്ങളിലും RSSന്റെ പ്രകടന. ഇന്നിപ്പോ ഗാസിപ്പൂരിൽ ഞാനവിടെ ഉള്ള സമയത്ത് RSSകാർ പ്രകടനം നടത്തിയത്. അങ്ങനെ പ്രകടനം നടത്തിയിട്ട് കുറെ ആളുകളെ കൊണ്ടുവന്ന് ലോക്കൽസ് ആണ്, ഒഴിഞ്ഞു പോയില്ലേ ഞങ്ങൾ ശരിയായി കളിയും. ഇതെന്താ ഈ RSSനെ രാജ്യത്തിന്റെ ക്രമസമാധാന ചുമതല അമിത്ഷാ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? അവരാണോ ഇത് ചെയ്യേണ്ടത്? RSSനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണോ? CAA പ്രൊട്ടസ്റ്റിന്റെ സമയത്ത് ഇതേ പണിയാ ചെയ്തത്. അതുകൊണ്ട് അതൊന്നും വിലപ്പോവില്ല. കർഷകർ ശക്തമായി ചെറുക്കും. എങ്ങനെയാണോ നിങ്ങൾ അതിനെ ആക്രമിക്കുന്നത്, ആക്രമിച്ചോളൂ. കർഷകര് മരണം വരിക്കാൻ തയ്യാറാണ്. പക്ഷേ എന്നാൽ പോലും നിങ്ങളുടെ മുന്നിൽ തോൽക്കാൻ മനസ്സില്ല. ഈ നാടകീയമായ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാകുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നൊരു ഗുണ്ടായിസം ആ രീതിയിൽ ആണോ കാര്യങ്ങൾ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് അവർ ഈ കർഷകരെ നേരിടുന്നത്? ജലപീരങ്കിയുമായും ഒക്കെയാണ് അവർ വലിയൊരു സേനാവിന്യാസമാണ് അവിടെ ഉണ്ടായിരുന്നത്. അർദ്ധസൈനിക വിഭാഗം ഉൾപ്പെടെയാണ് അണിനിരക്കുകയും ചെയ്തത്. അതിനിടയിൽ ചില നുഴഞ്ഞുകയറ്റക്കാർ കടന്നുകൂടി RSSകാർ പ്രകടനവുമായി എത്തിയെന്ന വാർത്തകളൊക്കെയാണ് കേൾക്കാൻ കഴിഞ്ഞത്. അതെ, അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജലപീരങ്കി ഉൾപ്പെടെയുള്ള സംവിധാനമാക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ആ വിന്യസിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ഉള്ള സമയത്ത് വിന്യസിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ഞങ്ങൾ ശക്തമായി ചെറുത്തു. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതോടുകൂടിയാണ് ആ പോലീസൊക്കെ പിന്തിരിഞ്ഞു പോയത്. പക്ഷെ അതിനുശേഷം വീണ്ടും അവർ വന്നിരിക്കുക. എന്നിട്ട് അവർ വീണ്ടും ഇവരെ കർഷകരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരിക്കുകയാണ്.
അപ്പൊ തന്നെ ഞങ്ങൾ തീരുമാനിച്ചത് കൂടുതൽ കർഷകരവിടെ വരണം. അങ്ങനെ വരാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പൊ കർഷകരവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കട്ടെ. അങ്ങനെ ജയിലിലടച്ചാലും ഈ സമരം ഇല്ലാതാകാൻ വേണ്ടി പോയില്ല. ഞങ്ങൾ ശക്തമായി ഈ സമരം മുന്നോട്ടേക്ക് കൊണ്ടുപോകും. എത്ര കുതന്ത്രമുണ്ടായാലും, എത്രമാത്രം പ്രകോപനം ഉണ്ടാക്കി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന കർഷകർ ഭീകരവാദികളാണ്, അവർ ഖലിസ്ഥാൻ ഭീകരരാണ്, അവർ മാവോയിസ്റ്റുകളാണ്, അവർ തീവ്രവാദികളാണ്, അവർ ഏജന്റുമാരാണ്, എന്തൊക്കെ പ്രചരിപ്പിച്ചു, നുണപ്രചരണങ്ങൾ എന്തൊക്കെ നടത്തി, എന്നിട്ട് ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി, ഭിന്നിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ശ്രമിച്ചു. എന്നിട്ടൊന്നും ആ പ്രകോപനത്തിൽ ഞങ്ങൾ വിധേയപ്പെട്ടിട്ടില്ല. എന്നിട്ട് സമാധാനത്തോടെ 2 മാസക്കാലത്തിലേറെ സമരം ചെയ്തു. അവിടെ 180ഓളം കർഷകർ തണുത്തുറഞ്ഞ് മരണപ്പെട്ടു പോയി. എന്നിട്ട് പ്രകോപനം ഉണ്ടായില്ല. ഞങ്ങൾ സമാധാനത്തോടെ സമരം ചെയ്തു. റിപ്പബ്ലിക് ദിന പരേഡ് നടന്നപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. അതിലൊരു 1000ഓളം ആളുകളാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. മഹാഭൂരിപക്ഷമല്ല, ലക്ഷങ്ങൾ സമാധാനത്തോടെ സമരം നടത്തി. അത് കാണാതെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ മടിത്തട്ടിലുള്ള ഗൂതി മീഡിയ ഉപയോഗിച്ചുകൊണ്ട്, കോർപ്പറേറ്റ് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഈ സമരത്തെ ടർണി ചെയ്ത് ജനങ്ങളുടെ മനസ്സിന്ന് ഈ സമരം എന്തോ കുഴപ്പം പിടിച്ച സമരമാണ് എന്നുള്ള ചിത്രം ഉണ്ടാക്കി അതിനെ ഒറ്റപ്പെടുത്തി തകർക്കാമെന്നാണ് RSS കരുതുന്നത്. ആ കുതന്ത്രം വിലപ്പോവില്ല. ശക്തമായി തന്നെ ഞങ്ങൾ സമരരംഗത്തുണ്ടാവും. ഈ സമരം ശക്തമായി തന്നെ തുടരും. MP സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 60 ദിവസവും സമാധാനപരമായാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി സംഘർഷഭരിതമാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യം. നാളെ ആണെങ്കിൽ പാർലമെന്റ് ആരംഭിക്കാൻ പോവുകയാണ്, പുതിയൊരു സെക്ഷൻ. അവിടെ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ സംഘർഷാവസ്ഥയ്ക്ക് ഒരു പരിധിവരെ അയവ് വരാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ അതിനുപോലും തുനിയാതെ ഈ സമരക്കാരെ അടിച്ചോടിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് കാണാൻ കഴിയുന്നത്. ഈ സമരം കൂടുതൽ ശക്തമാക്കിയാണോ? നാളെയും വരും മണിക്കൂറുകളിലും ഏത് നിലയിലാകും ഈ കർഷകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധം? സമരം തുടരുക തന്നെയും ശക്തമായി തുടരും, വിവിധ രൂപങ്ങളിൽ തുടരും. സമരം അങ്ങനെ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. ഇത് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ ഒരുക്കുക. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുക, രാജ്യത്തിന്റെ അവസാനത്തെ BJPയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി മാറാൻ വേണ്ടി പോവാണ്. ആ നിലയിൽ ഈ സമരം ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരും. BJP എന്ന് പറയുന്ന പാർട്ടിയെ എടുത്ത് വലിച്ചെറിയുന്ന രീതിയിലേക്ക് ഈ സമരം മാറും. രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്നവരാണ് പട്ടാളക്കാർ, കിസാൻ. ആ പട്ടാളക്കാരുടെ രക്ഷിതാക്കളും അവരുടെ സഹോദരങ്ങളുമാണ് സമരത്തിലുള്ളത്. ജയ് കിസാൻ ജയ് ജവാൻ എന്ന് വെറുതെ വിളിക്കാൻ പോരാ. BJP ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെ കർഷകർ ഒരു വർഗം എന്നുള്ള നിലയിലാണ് അണിചേർന്നിട്ടുള്ളത്. ദരിദ്ര കർഷകരും ധനിക കർഷകരും നാമമാത്ര കർഷകരും എല്ലാവരും ഒരു വർഗം എന്നുള്ള നിലയിലാണ് അണിചേർന്നിട്ടുള്ളത്. അവരെ മതത്തിന്റെ പേര് പറഞ്ഞിട്ട്, അവരെ തീവ്രവാദികളാണെന്ന് പറഞ്ഞ്, അവർ മാവോയിസ്റ്റുകളാണെന്ന് പറഞ്ഞ് ഭിന്നിപ്പിക്കാനാവില്ല. ഐക്യത്തോടെ കർഷകർ ഈ സമരരംഗത്ത് ഉണ്ടാകും. BJPക്കെതിരായി കടുത്ത ഏറ്റവും ശക്തമായ പ്രതിരോധം ഉയർത്താൻ വേണ്ടി കെൽപ്പുള്ള വിഭാഗമായി കർഷകർ രാജ്യത്തുണ്ടാകും. ഈ സമരം തുടരും. അതുകൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടി കഴിയില്ല. പാർലമെന്റിലും ഇതിന്റെ പ്രതിഫലനം ശക്തമായി ഞങ്ങൾ ഉയർത്തും. പാർലമെന്റിനകത്ത് ഉണ്ടാകും. നാളെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അത്യപൂർവ സന്ദർഭങ്ങളിലാണ് നയപ്രഖ്യാപന പ്രസംഗമൊക്കെ ബഹിഷ്കരിക്കുന്നത്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം 16 പ്രതിപക്ഷ പാർട്ടികൾ ബഹിഷ്കരിക്കുകയാണ്. അതിനുശേഷവും പാർലമെന്റിനകത്ത് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. വളരെ നന്ദി. ഈ അവസരത്തിൽ ഈ വൈകിയ സമയത്തും രാത്രിയിലും പ്രതികരിച്ചതിന്. എന്തായാലും സമരമുഖത്ത് സംഘർഷാവസ്ഥ തന്നെയാണ് ഉള്ളത്. സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതിൻ്റെ രൂപം മാറിയാലും ലക്ഷ്യം കാണും വരെയുള്ള പോരാട്ടം തന്നെയാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് തന്നെയാണ് KK രാഗേഷ് MP പറഞ്ഞത്. പാർലമെന്റിന് അകത്തും പുറത്തും സമരം വരും ദിവസങ്ങളിൽ ശക്തമാക്കുമെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. വിഷ്ണു നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, KK രാഗേഷ് പറയുന്നത് ഏത് രൂപത്തിലാണെങ്കിലും സമരം മുന്നോട്ട് പോകും, കീഴടങ്ങാൻ തയ്യാറല്ല, ലക്ഷ്യം കാണും വരെ ഒരു പോരാട്ടം തന്നെയാണ്. അതിന് എത്ര ദിവസം വേണ്ടി വന്നാലും കർഷകർ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങും എന്ന് തന്നെയാണ് പറയുന്നത്. പോലീസിൻ്റെ ഭീഷണിക്കോ കേന്ദ്രത്തിൻ്റെ നയങ്ങൾക്കോ തങ്ങളുടെ പോരാട്ട വീര്യത്തെ കെടുത്താനാകില്ല എന്ന് കൂടിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ആ നിലയിൽ തന്നെയാണോ കൂടുതൽ ആളുകൾ പോലീസിൻ്റെ ഈ സായുധ സേന അവിടെ ഉണ്ടായിട്ടും അതൊന്നും വകവയ്ക്കാതെ ആ സമരപ്പന്തലിലേക്ക് കൂടുതൽ കർഷകർ എത്തിച്ചേരുന്നത്?
തീർച്ചയായിട്ടും ജോജറ്റ് ഇപ്പോൾ ബിജിനൂർ മേഖലയിൽ നിന്നടക്കം സമര കേന്ദ്രത്തിലേക്ക് എത്തിച്ചേർന്ന കർഷകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് രാകേഷ് ടിക്കായത്ത് സംസാരിക്കുകയുണ്ടായി. രാകേഷ് ടിക്കായത്ത് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് സമരം ഇതുപോലെ തന്നെ ഇവിടെ തുടരും, എല്ലാവരും സമാധാനപരമായി തന്നെ സമരവുമായി മുന്നോട്ട് പോകണം എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ രാകേഷ് ടിക്കായത്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ തന്നെ സമരം അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാൽ പോലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ കർഷകർ നേരിടുന്നുണ്ട്. ഇപ്പോൾ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇവർക്കെതിരെ, ഇവിടെ സമരമിരിക്കുന്നവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ, UP സർക്കാരിൻ്റെയൊക്കെ നടപടിയാണ് കർഷകർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. പക്ഷേ ആ വെല്ലുവിളികളെക്കുറിച്ച് പോലും ഇപ്പോൾ ഓരോ കർഷകരോടും നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് അവർക്ക് അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഒരു വിഷയമല്ല. പ്രത്യേകിച്ച് പകരം ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന 3 കാർഷിക നിയമങ്ങളും പിൻവലിക്കുന്നതുവരെ സമരം അതിശക്തമായി തുടരും എന്ന് തന്നെയാണ് കർഷകരും നമ്മളോട് പ്രതികരിക്കുകയും ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് സമരം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവരോട് കർഷകരോടൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്ക് അന്ത്യശാസനം നൽകിയ 11 മണി പിന്നിട്ടിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഈ 1 മണിക്കൂർ കഴിയുമ്പോൾ പോലും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തലത്തിലുള്ള ഇതുവരെ ഉണ്ടാകുന്നില്ല എന്നതാണ് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുക. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ തന്നെ കൂടുതൽ കർഷകർ സമരത്തിൻ്റെ ഭാഗമാകാനായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയോടെ കൂടുതൽ കർഷകർ, 10,000-ഓളം കർഷകർ ഗാസിപ്പൂർ അതിർത്തിയിലേക്ക് എത്തുന്നു. ഈ ഗാസിപ്പൂർ അതിർത്തിക്ക് പുറമെ ടിക്രി അതിർത്തിയിലേക്ക് നാളെ 20,000-ഓളം ട്രാക്ടറുകളാണ് എത്തിച്ചേരുക. അത് ഇന്ന് ഹരിയാനയിൽ കർഷക സംഘങ്ങളുടെ ഒരു യോഗം ചേർന്നിരുന്നു. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഹരിയാനയിൽ കർഷക സംഘങ്ങളുടെ യോഗം ചേർന്നത്. ആ യോഗത്തിന് ശേഷമാണ് നാളെ രാവിലെയോടെ ടിക്രി അതിർത്തിയിലേക്ക് 20,000 ട്രാക്ടറുകൾ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ സമര കേന്ദ്രങ്ങൾക്കെതിരെയൊക്കെ വലിയ അട്ടിമറി നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ആ അട്ടിമറി നീക്കം തുടങ്ങിയത് ഈ ഗാസിപ്പൂരിൽ ഇന്നലെ രാത്രിയോടുകൂടി അട്ടിമറി നീക്കം, അടിച്ചമർത്തൽ നീക്കമൊക്കെ നടക്കുന്നത് കേന്ദ്രങ്ങളൊക്കെ നിലനിന്നിരുന്നു. അത്തരം സമര കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് ഭാഗ്പത്ത് പോലെയുള്ള ചെറിയ ചെറിയ സമര കേന്ദ്രങ്ങളൊക്കെ ഒഴിപ്പിക്കാൻ സർക്കാർ आपके चैनल के माध्यम से जो हरियाणा सरकार है, अगर वहाँ पे एक्शन होता है तो हरियाणा में कैसा रिएक्शन होगा उसका? अगर वहाँ पे कोई भी रात को एक्शन होता है तो इसका रिएक्शन का कोई अंदाजा नहीं, कोई लिमिट नहीं कि क्या होगा। इसके इतने भयंकर परिणाम देखने को मिलेंगे कि आप अंदाजा नहीं लगा सकते, आप सोच नहीं सकते। आपका नाम और बताएं। मेरा नाम रामिर है, मैं इस गांव कंडेला का बेटा हूं और एक किसान हूं। हमारा भाईचारा जिंदाबाद, हमारा भाईचारा जिंदाबाद। जय जवान जय किसान, जय जवान जय किसान। राकेश टिकैत जिंदाबाद, कानूनी जिंदाबाद, राकेश टिकैत जिंदाबाद, पंजाब हरियाणा भाईचारा जिंदाबाद। നമ്മൾ സാക്ഷിയാകുന്നതും ഒരു തന്നെയാണ്. കാരണം ഇവിടെ കുറച്ചു മുന്നേ വളരെ കുറച്ച് കർഷകർ മാത്രമായിരുന്നു, സമരക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ ഒരു നടപടിയിലൂടെ, പോലീസ് നീക്കത്തിലൂടെ കഴിയും ഒരു നിലപാടും പോലീസും കേന്ദ്ര സർക്കാരുമൊക്കെ അവർ കരുതിയിരുന്നതുമാണ്. പക്ഷേ അതിനെയൊക്കെ അവരുടെ ഒരു പ്രതീക്ഷകൾ അല്ലെങ്കിൽ അവരുടെ ഒരു തീരുമാനത്തെയൊക്കെ മാറ്റി മറിച്ചുകൊണ്ടാണ് ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നിരവധി കർഷകർ ശക്തിപ്പെടുകയും ചെയ്തു പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ ഒരു സമര കേന്ദ്രത്തിൻ്റെ സൈഡിലുണ്ടായിരുന്ന പോലീസ് വിന്യാസത്തിൽ വളരെ വലിയ കുറവ് വന്നിട്ടുണ്ട്. അവരെയൊക്കെ പിൻവലിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഇപ്പോൾ ചൂണ്ടിക്കാട്ടാൻ. പക്ഷേ ഇവരെയൊക്കെ പിൻവലിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടാകാം എന്നുള്ള സാധ്യത
തള്ളിക്കളയാൻ കഴിയില്ല. കർഷകരും നമ്മളോട് അത് തന്നെയാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ജാഗ്രത ഈ കർഷകരുടെ ഭാഗത്തുനിന്ന് പുലർത്തുന്നുമുണ്ട്. ഈ ഒരു രാത്രിയിൽ ഉറങ്ങേണ്ട എന്ന തീരുമാനമാണ് കർഷകർ കൈക്കൊള്ളുന്നത്. കാരണം പോയി കഴിഞ്ഞാൽ ഒരു കർഷകർ എല്ലാവരും തന്നെ സമരത്തിൽ പങ്കെടുക്കുന്ന രീതിയിൽ ഉണ്ടാകണമെന്ന നിർദ്ദേശവും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ സമരരീതിയുടെ 4 ചുറ്റും സൈനിക അർദ്ധസൈനിക വിഭാഗവും പോലീസും ഒക്കെ വളഞ്ഞ സ്ഥിതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമരരീതിയെ ചുറ്റി വളഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ആരും ഒറ്റപ്പെട്ടു പോകരുത്. അങ്ങനെ ഒറ്റപ്പെട്ട പോലീസിന്റെ പിടിയിലൊന്നും ആകരുത്. എല്ലാവരും ഒരുമിച്ച് ഈ സമരവേദിയിൽ തന്നെ ഇരിക്കണം. ഇന്ന് ടെന്റുകളിൽ ചേർന്ന് തുടങ്ങേണ്ട കാര്യമില്ല. ഇവിടെ സമരവേദിയിൽ ഉണർന്നിരിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് ഒരു തീരുമാനം കർഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. നേതാക്കളൊക്കെ തന്നെ നമുക്ക് മുന്നിൽ കാണുന്ന വേദിയിൽ നേതാക്കളൊക്കെ തന്നെ ഇരിക്കുന്നു. ഈ സമരവേദിയിൽ എല്ലാവരും ഉണർത്തിരിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. തണുപ്പിനെ അകറ്റുന്നതിന് വേണ്ടി ഇവിടെ വിറക് കൊണ്ടുവന്ന് തീയിട്ടുകൊണ്ട് തണുപ്പിനെ അകറ്റുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ തന്നെയാണ് കർഷക സമരങ്ങൾ അതിശക്തമാകുന്നത്. अभियान हम लोग मुजफ्फरनगर से पहुंचे हैं, हमारा कोई कार्यक्रम नहीं था। कोई जब हमारी सिसोली पंचायत हुई, पंचायत में हम लोग लगातार अपडेट देख रहे थे। चौधरी साहब ने कहा, कहने लगे भाई आंदोलन खत्म हो जाएगा, दोबारा से आंदोलन खड़ा करेंगे जैसा भी निर्णय होगा। भाई हम लोग कानून से बाहर नहीं है, लेकिन चौधरी साहब को आंखों में आंसू दिलवा दिए, चौधरी साहब की आंखों में रुआ दिया इन्होंने काम कराना, ये बर्दाश्त से बाहर है। और अब जो भी आदमी पश्चिमी उत्तर प्रदेश से या कहीं से भी आएगा किसान, वो वापस जाने के नाम का नहीं आने का। अब जो यहाँ बढ़ा के दिखाइयो ना, अब दिखाइयो फोर्स लगवा के। ये हमारे भाइयों को हमारे सामने खड़ा कर रहे, हमारे भाइयों को हमारे सामने कहने लगे यहाँ आपस में लड़ मर जा। जयंत चौधरी ने कहा था कैराने में, जब 2018 में उपचुनाव हुआ कैराने पे, जयंत चौधरी ने कहा था उत्तर प्रदेश है, उंगली दिखाओगे तो उंगली तोड़ने का काम करेगा पश्चिमी उत्तर प्रदेश। आज इन्होंने हमें उंगली दिखा दी, ये दोबारा फिर मौका आ गया। कैराने में हरवाया था, अब क्या करोगे योगी जी? अब चौधरी साहब रोए, अब जा आप रोगे। अब तक किसान रो रहा था भाई, हुआ गलत हुआ, जिसने किया सजा दो, फांसी दो, जो तुम कार्रवाई कर सकते हो करो ना। किसने रोका? इन्हें में 10 लाख तिरंगे नजर नहीं आ रहे, वे नजर आ रहा जो लाल किले पर हुआ। अरे लाल किले तक जाने किसने दिया? क्यों गोली नहीं मारी? क्यों कार्रवाई नहीं करी उनके ऊपर? लाल किले पे जान कौन दे रहा था? कौन जा रहा था लाल किले पे? दिल्ली पुलिस ने अक्षरधाम तक 4 बैरिकेड लगा रखे। अक्षरधाम रूट था ना, अक्षरधाम तक तो तय था ना रूट।